ആൽഫി ഗോമസ് കൊച്ചി ടസ്കേഴ്സിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ചില പ്രകടനങ്ങൾ ഓർമ്മയുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ പൂനെ, രാജസ്ഥാൻ റോയൽസ് തുടങ്ങിയ ടീമുകളുടെ ഭാഗമായിട്ടുണ്ട് ആൽഫി. വിഷ്ണു വിനോദ് പുള്ളി പഞ്ചാബ് ടീമിൽ ഇപ്പോൾ ഉണ്ട്. തീയാണ് പഞ്ചാബിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് മത്സരത്തിലൊക്കെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ ടൂർണമെന്റിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീയാകട്ടെ. ഇനി വിഘ്നേഷ് പുത്തൂർ, ഈ ഒരു മലപ്പുറംകാരന് നമ്മൾ കൈയടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. മുംബൈ ചെന്നൈ സൂപ്പർ എക്സൈറ്റിംഗ് മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായിട്ട് ടീമിലെത്തുന്നു. 3 പ്രധാന വിക്കറ്റുകൾ. ക്യാപ്റ്റൻ ഗെയ്ക്വാഡ്, ഹൂഡ, ഡൂബ തുടങ്ങിയവരെ പറഞ്ഞയച്ചുകൊണ്ട് തന്റെ ആ ഒരു സാന്നിധ്യം പുള്ളി കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മുംബൈയുടെ വരും മത്സരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മത്സരം കഴിഞ്ഞിട്ട് സാക്ഷാൽ ധോണി വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞിട്ട് വിഘ്നേഷിനെ ചേർത്ത് നിർത്തുന്ന ആ ഒരു വിഷ്വലും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി തീയാണ്. ആകട്ടെ. അടുത്തത് സച്ചിൻ ബേബി, കേരളത്തിന്റെ ചുണക്കുട്ടി കരുത്തൻ. RCBക്ക് വേണ്ടിയിട്ട് IPLന്റെ ഭാഗമായിട്ടുണ്ട്. ഈ തവണ വെടിക്കെട്ടുകാരുടെ ടീമിലാണ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലാണ്. അടുത്തത് ശ്രീശാന്ത് ഇല്ലാതെ മലയാളി ക്രിക്കറ്റ് ഫാൻ എന്താഘോഷം. 2008 തൻവീറിന് പിന്നാലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള താരം. ചില സീസണുകളിൽ പരുക്ക് മൂലം പുറത്തിരുന്നിട്ടുണ്ട്. പിന്നീട് ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ ക്രിക്കറ്റ് കരിയർ ബാൻ ആയിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പേസർമാരിൽ ഒരാളായി ശ്രീശാന്തിന്റെ പേര് മാറിയത്. ലാസ്റ്റ് ബട്ട് ദ ബീസ്റ്റ്, സാക്ഷാൽ സഞ്ജു സാംസൺ, ക്യാപ്റ്റൻ ആകുന്ന ആദ്യത്തെ മലയാളി. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ, കൊൽക്കത്ത, ഡൽഹി തുടങ്ങിയ ടീമുകളുടെ ഭാഗമായിട്ടുണ്ട്. IPL എക്സ്പെൻസീവ് താരങ്ങളിലൊന്ന്, തീ വിക്കറ്റ് കീപ്പർ, സെൻസിബിൾ ക്യാപ്റ്റൻ, വെടിക്കെട്ട് ബാറ്റ്സ്മാൻ. ഇവരിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണ്?